ഓം നമോ ഭഗവതേ രുദ്രായ. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ 10ാം അനുഭാഗത്തിലെ രണ്ടാമത്തെ മന്ത്രത്തിൻ്റെ വ്യാഖ്യാനമാണ് നോക്കിയത്. രണ്ടാമത്തെ മന്ത്രം പുരസ്ചരണം ചെയ്തതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫലപ്രാപ്തിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുരസ്ചരണം ചെയ്തതിന് മുമ്പ്, അതായത് അഷ്ടോത്തരശത പ്രാണായാമപൂർവകം പഞ്ചസഹസ്രം ജപ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് 108 പ്രാണായാമം ചെയ്തതിന് ശേഷം 5000 തവണ നിരന്തര ജപം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ പുരസ്ചരണമായി, അതായത് മന്ത്രസിദ്ധി ലഭിക്കും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ പ്രാണായാമത്തെക്കുറിച്ച് അറിഞ്ഞില്ലെങ്കിൽ പറഞ്ഞു തരാം, അടുത്ത വീഡിയോയിൽ നിന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ കമൻസിൽ പ്രാണായാമത്തെ കുറിച്ച് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ മന്ത്രം ചൊല്ലിയിട്ട് അതെങ്ങനെയാണ് പ്രാണായാമം ചെയ്യുന്നത് എന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ അടുത്ത മന്ത്രത്തിലേക്ക് പോകാം. സാധാരണഗതിക്ക് എന്ത് ജപം ചെയ്യുന്ന അവസരത്തിലും അല്ലെങ്കിൽ എന്ത് പൂജ ചെയ്യുന്ന അവസരത്തിലും പ്രാണായാമം ചെയ്തതിന് ശേഷം, അതായത് ആചമനം ചെയ്ത് പ്രാണായാമം ചെയ്തതിന് ശേഷമാണ് പൂജ ചെയ്യാറുള്ളത് അല്ലെങ്കിൽ ജപം ചെയ്യാറുള്ളത്. എന്നാണ് ഈ പ്രാണായാമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പ്രാണായാമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശ്വാസ നിയന്ത്രണമാണത് ആക്ച്വലി. അതായത് ഉള്ളിലേക്ക് ശ്വാസം വലിച്ചു കയറ്റുക, പിടിച്ചു നിർത്തുക, എന്നിട്ട് പുറമേക്ക് വിടുക എന്നുള്ളതാണ്. ഇതിന് ഒരു ടൈമിംഗ്, ഒരളവുണ്ട് അതിന്. അതിൻ്റെ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് 1:3:4 1:3:2 എന്നുള്ള പ്രൊപ്പോർഷനാണ്. 1:3:2 എന്നുള്ള അനുപാതത്തിലാണ് ഈ ശ്വാസം നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. അതായത് ഉള്ളിലേക്ക് വലിക്കുന്നതിന് പൂരകം എന്നും പിടിച്ചു നിർത്തവിന് കുറച്ച് സമയത്തേക്ക് അതിന് കുംഭകം എന്നും, എന്നിട്ട് പതുക്കെ പുറത്തേക്ക് വിടുക, ഇതിന് രേചകം എന്നും പറയും. ഇതിന് മന്ത്രമുണ്ട്, പ്രാണായാമ മന്ത്രം ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു, അത് പറയുന്നതാണ്. ഈ മന്ത്രത്തിൽ അതിൽ ജപിക്കുന്ന അവസരത്തിൽ അത് മൊത്തം 3 പ്രാണായാമ മന്ത്രം വരും. ഓം ഭൂഹു എന്ന് പറഞ്ഞ് തുടങ്ങുന്നത്. ഞാൻ ആദ്യം ആ മന്ത്രം ചൊല്ലാം, അതിനുശേഷം അത് എങ്ങനെയെന്ന് പറഞ്ഞുതരാം. മന്ത്രം ആദ്യം പരിപൂർണമായിട്ടും ചൊല്ലാം. ഓം ഭൂഹു ഓം ഭുവഃ ഓം സുവഃ ഓമഹഃ ഓം ജനഃ ഓം തപഃ ഓം സത്യം ഓം തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത് ഓമാഭോ ജ്യോതിരസോ അമൃതം ബ്രഹ്മ ഭൂർഭുവസ്സുവരോം. ഇതാണ് മന്ത്രം. ഇതിൽ ഓംഭൂഹു തുടങ്ങിയിട്ട് എൻ്റെ അർത്ഥം, ഈ ഓംഭൂഹു ഓംഭൂഹ ഓം എന്ന് പറഞ്ഞാൽ സപ്തലോകങ്ങളെയാണ് കാണിക്കുന്നത്. ഇവയെല്ലാം തന്നെ ഓം എന്ന് പറയുന്നത് അക്ഷരബ്രഹ്മം എന്ന് പറയും. ഈ ഓം എന്നതിലും എന്താണ് 3 ശക്തികൾ അടങ്ങിയിരിക്കുന്നതായിട്ട് കണ്ട്, സൃഷ്ടി സ്ഥിതി സംഹാരം എന്നുള്ള 3 അവസ്ഥകൾ അടങ്ങിയിട്ടുണ്ട്. ഇത് അതായത് ഈ ഓമിനെക്കുറിച്ചും അതുപോലെ തന്നെ ഗായത്രി മന്ത്രത്തെക്കുറിച്ചും ഇതിനു മുമ്പ് ഏകദേശം 1 വർഷം ആയെന്ന് തോന്നുന്നു, ഇതിനു മുമ്പ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മലയാളത്തിലും ഇംഗ്ലീഷിലും വളരെ വിശദമായിട്ട് ഞാൻ അതിനെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ പ്രാണായാമം ആ മന്ത്രം നമുക്ക് നോക്കാം. ആ മന്ത്രത്തിൽ ഇത് ഓം ഭൂഹു ഓം ഭൂഹു ഓം ഭുവഃ ഓം സുവഃ ഓമഹ ഓം ജനഃ ഓം തപഃ ഓം സത്യം, ഈ 7 എണ്ണം 7 ലോകങ്ങൾ, ഇതെല്ലാം ഓം തന്നെയാണ് എന്നുള്ളതാണ്. അതായത് ഓം ഭൂഹു എന്ന് വെച്ചാൽ ഭൂഹു ഭൂവർലോകം, ഈ ഭൂമി ഭൂവർലോകം, ഓം അത് ഓം തന്നെയാണ്, അതായത് ബ്രഹ്മമാകുന്നു. ഓം എന്ന് പറയുന്ന ബ്രഹ്മം തന്നെയാണ്. ഈ ഓം എന്ന് പറയുന്നത് ബ്രഹ്മത്തെയാണ് കുറിക്കുന്നത്. സകല ചരാചരങ്ങളിലും വിളങ്ങി നിൽക്കുന്ന ഈ പ്രപഞ്ചശക്തിയാണ് ഓം കൊണ്ട് വീക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ ഇതല്ല, ഈ സപ്തലോകങ്ങളും ഓം എന്ന ബ്രഹ്മം തന്നെയാണ്. പിന്നീട് വരുന്നത് അതായത് ഓം ഭൂഹു ഓം ഭുവഃ ഓം സുവഃ ഓമഹ. എനിക്കത് ആ ഓരോ ലോകം പിന്നെ വിശദമായി പറയണമോ എന്നുള്ളതിന് ഒരു ഡൗട്ടുണ്ട്. അത് പറഞ്ഞേക്കാം. ഓം ഭൂഹു എന്ന് വെച്ചാൽ ഭൂവർലോകം, ഭൂഹു ഓം ഭൂഹു, ഭൂവർലോകം ഓം തന്നെയാണ്, ഭൂലോകം ഓം ഭൂഹു. പിന്നെ ഓം ഭുവഃ ഭൂവർലോകം, അതായത് പിന്നെ ഭൂമിക്കും ആദിത്യനും ഇടയിൽ കിടക്കുന്ന ലോകത്തെ ഭൂവർലോകം എന്ന് പറയുന്നു. പിന്നെ സുവർലോകം ഓം സുവഹ,
സ്വർഗമാണത്. ഇതും ഓം തന്നെയാണ്, അതും ബ്രഹ്മം തന്നെയാണ്, അഥവാ അതിലും ബ്രഹ്മം തന്നെയാണ് ഉള്ളത്. ഓം ഭൂഹു ഓം ഭൂഹ ഓം സ്വഹ ഓം അഹഹ മഹർലോകം ഓം ചനഹ ജനലോകം ഓം തപഹ തപലോകം ഓ ഓം ജനഹ ഓം തപഹ ഓം ഉം സത്യം സത്യലോകം ഓം സത്യം സത്യലോകം. ഇതും ഓം തന്നെയാണ്, അതും ബ്രഹ്മം തന്നെയാണ്. ഓം എന്ന് പറയുന്ന അക്ഷരബ്രഹ്മം തന്നെയാണ്. ഓം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന അക്ഷരബ്രഹ്മത്തെയാണ്. ഇതിനെ കുറിച്ച് വളരെ വിശദമായിട്ട് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം തന്നെ ഓങ്കാരത്തിൽ അധിഷ്ഠിതമാണ്. ഇതെല്ലാം തന്നെ ഓങ്കാരമാണ്. പ്രണവം, ഓം എന്ന് പറയുന്നത് പ്രണവ മന്ത്രമാണ്. ഇത് ബ്രഹ്മത്തെ പ്രപഞ്ചശക്തിയെ കുറിക്കുന്നു. അപ്പോൾ സകലതിലും ഈ ശക്തി തന്നെയാണ് നിറഞ്ഞു നിൽക്കുന്നത് എന്നർത്ഥം. അതിനുശേഷം ഓം തത് സവിതൃവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഇത് ഗായത്രി മന്ത്രമാണ്. അപ്പോൾ ഈ സപ്തലോകങ്ങളും ഓം എന്ന് പറയുന്ന അത് ബ്രഹ്മം തന്നെയാണ്. അതിലെല്ലാം വ്യാപരിച്ച് കിടക്കുന്നത്. പിന്നെയുള്ളത് ഗായത്രി മന്ത്രമാണ്. ഗായത്രി മന്ത്രം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി വരുന്നത് അത് കഴിഞ്ഞാൽ ഓം ഓമാവോ ജ്യോതിരസോ അമൃതം ബ്രഹ്മ ഭൂർഭുവ സുവരോം. ഓം ആഭോ, ആഭ എന്ന് പറഞ്ഞ ജലമാണ്. ഓം ആഭഹ ജ്യോതിരസക, ജ്യോതിഷ്, ജ്യോതി എന്ന് പറഞ്ഞ തേജസ്, ഈ പരബ്രഹ്മ തേജസ് അഥവാ പ്രകാശം, അതും ഓം തന്നെയാണ്. അതായത് ജ്യോതിസ് എന്ന് പറയുന്നത്, തേജസ് എന്ന് പറയുന്നത് സകലതലും നമ്മളിവിടെ രുദ്ര തേജസ് അഥവാ ബ്രഹ്മ തേജസ് തന്നെയാണ് ഉള്ളതെന്ന് പറഞ്ഞിരിക്കുന്നു. ബ്രഹ്മത്താൽ സൃഷ്ടിക്കപ്പെട്ടതായതുകൊണ്ട്. ആഭകരണ ജലം അതും ഓം തന്നെയാണ്. ജ്യോതിരസുഖ, ജ്യോതിയും പ്രകാശവും തേജസ്സും എന്ത് തന്നെയാണ്? ബ്രഹ്മം തന്നെയാണ്, ഓങ്കാരം തന്നെയാണ്. ജ്യോതി രസഹ, രസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂമിയും, രസം എന്ന് പറഞ്ഞാൽ സത്ത് എന്നർത്ഥം, ജീവസത്ത്. ഇവിടെ ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് രസഹ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂമിയും അന്തരീക്ഷവും, രസഹ അതും ഓം തന്നെയാണ്. പിന്നെ അമൃതം ബ്രഹ്മ, അമൃതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാശമില്ലാത്തത്, സ്ഥിരമായിട്ടുള്ളത്, കാലാകാലത്തേക്കുള്ളത്, നാശമില്ലാത്തത്. ഈ പ്രപഞ്ചശക്തി നാശമില്ലാത്തതാണ്. അപ്പോൾ എറ്റേർണലായിട്ട് ബ്രഹ്മ, ഈ എറ്റേർണലായിട്ട് ബ്രഹ്മനും ഓങ്കാരം തന്നെയാണ്. പിന്നെയോ ബ്രഹ്മ എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും വ്യാപരിച്ച് നിൽക്കുന്ന ശക്തി. ഇവിടെ സകല സ്ഥലത്തും വ്യാപരിച്ചിരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത് എന്താണ്? ആകാശം. അപ്പോൾ ഇവിടെ ബ്രഹ്മം എന്ന് പറയുന്നത്, അഥവാ ഇവിടെ അമൃതം ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എറ്റേർണലായിട്ടുള്ള ഈ ആകാശവും. ആകാശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പേസാണ് ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. അല്ല നമ്മൾ കാണുന്ന ഈ നീലാകാശമല്ല, സ്പേസാണ്, മൊത്തമായിട്ടുള്ള സ്പേസാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ആ സ്പേസിലാണ് ഈ പ്രപഞ്ചം മുഴുവനും, അഥവാ ഈ ആകാശഗോളങ്ങൾ മുഴുവനും നിലനിൽക്കുന്നത്. അനന്തകോടി ആകാശഗോളങ്ങൾ. പിന്നെ ഭൂർഭുവ സുവറവും, വീണ്ടും ഭൂർഭുവ സുവറവും. ഭൂ എന്ന് പറഞ്ഞാൽ ഭൂമി എന്ന് പറഞ്ഞു. ഭുവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂമിക്കും ആദിത്യനും ഇടയ്ക്കുള്ള സ്ഥലം എന്ന് പറഞ്ഞു. സുവഹ എന്ന് പറഞ്ഞാൽ സ്വർഗം എന്ന് പറഞ്ഞു. ഇവിടെ വീണ്ടും റിപ്പീറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഭൂർഭുവ സുവർ അതും ഓം തന്നെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഭൂഹു എന്ന് പറഞ്ഞാൽ ഇവിടെ ഭൂമി എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഭൂഹു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സ്. പിന്നെ ഭുവഹ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധി, അതും. പിന്നെയുള്ള സുവഹ, അത് നമ്മുടെ അഹം എന്ന് പറയുന്ന ആ ചിന്ത, അഹം എന്ന് പറയുന്ന ആ ചിന്ത, ഞാൻ എന്ന് പറയുന്ന അത്. ഇതും ഈ നമ്മളെ ഈഗോ അഥവാ അഹം എന്ന് പറയുന്ന ആ വസ്തുത, ഞാൻ തന്നെയാണ്, ഞാൻ എന്നുള്ള ആ സങ്കല്പം വിട്ടുകഴിഞ്ഞാൽ തന്നെ നമുക്ക് സ്പിരിച്വലായിട്ടുള്ള, ആധ്യാത്മികമായിട്ടുള്ള പാതയിലേക്കുള്ള വഴി ഒരുങ്ങിക്കഴിഞ്ഞു എന്നർത്ഥം. ഇത്ര എളുപ്പമല്ല അത്. അപ്പോൾ ഇത്രയും നമ്മൾ കണ്ടു. ആ മന്ത്രം ഒന്നുകൂടെ ചൊല്ലാം.
ഓം ഭൂഹു ഓം ഭുവഹ ഓം സ്വഹ ഓമഹ ഓം ജനഹ ഓം തപഹ ഓം സത്യം ഓം തത്സവിർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത് ഓമാഭോ ജ്യോതിരസോമൃതം ബ്രഹ്മ ഭൂർഭുവ സുവരോം. ഇതിൽ നമ്മൾ ഈ മന്ത്രം ജപിക്കുന്നതിൽ എന്ത് ചെയ്യണം എങ്ങനെയെന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഓം ഭൂഹു തുടങ്ങിയിട്ട് ധിയോ യോ ന പ്രചോദയാത് എന്നത് വരെ പതുക്കെ ശ്വാസം വലിച്ചു കേൾക്ക്. എങ്ങനെ പിടിക്കണം എന്നുള്ളത് നോക്കുക. ഇതാ, അതായത് കട്ടവരൽ കഴിഞ്ഞ് 2 വിരൽ മടക്കുക, എന്നിട്ട് മോതിര വിരലും മറ്റേതിന ഇതും പിന്നെ ചെറിയ വിരൽ ഇങ്ങനെ നിൽക്കും. അതിനുശേഷം ഇത് കട്ടവിരൽ കൊണ്ട് വലത് മൂക്കും, മോതിര വിരൽ കൊണ്ട് വിരൽ കൊണ്ട് ഇടത് മൂക്കും പൊത്തി പിടിക്കുക. എന്നിട്ട് ഈ ഓംബൂഹു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓംബൂഹു ഓംബൂഹു ഓം സുഖ എന്നുള്ളത് ദിയോ യോന പ്രചോദയാത് വരെ പതുക്കെ ശ്വാസം ഇടത് മൂക്കിൽ കൂടെ വലിച്ചു കയറ്റുക. ദിയോ യോന പ്രചോദയാത് എന്നത് വരെ അത് മനസ്സിൽ ജപിച്ചുകൊണ്ട് ഓംബൂഹു ഓംബൂഹ ഓം സുഖ എന്ന് തുടങ്ങി ദിയോ യോന പ്രചോദയാത് എന്ന് എത്തുന്നത് വരെ പതുക്കെ ശ്വാസം ഇടത് മൂക്കിൽ കൂടെ ഉള്ളിലേക്ക് വലിച്ചു കയറ്റുക. അതിനുശേഷം പിടിച്ചു നിർത്തുക. എന്നിട്ട് ഓമാഭോ ജ്യോതിരസോ അമൃതം ബ്രഹ്മ ഭൂർഭുവസ്വരം അതും പിന്നെ ഓം ഭൂഹു ഓം സ്വഹ മുതൽക്ക് ആ മന്ത്രം മുഴുവനും ജപം ചെയ്യുക. അത്രയും നേരം പിടിച്ചു നിർത്തുക. ആ ഭൂർഭുവസ്വരം ഉള്ളവരെ അത് ആ ദിയോയന പ്രചോദയാത് വരെ ഉള്ളിലേക്ക് വലിച്ചു കയറ്റി ഇടത് മൂക്കിൽ കൂടെ പിന്നെ പിടിച്ചു നിർത്തുക. എങ്ങനെ? ആ ഓം ആഭോ ജ്യോതിരസ്വാമൃതം ബ്രഹ്മ ഭൂർഭുവ സുവരോം എന്നും അതുവും പിന്നെ ഓം ഭൂഹു ആദ്യം മുതൽക്ക് ജപം ചെയ്യുക. മനസ്സിൽ ശ്വാസം പിടിച്ചു നിർത്തിക്കൊണ്ട് ഏതുവരെ? ഫുള്ളായിട്ട് ഭൂർഭുവ സുവരോം എന്നതുവരെ. എന്നിട്ട് പിന്നീട് പതുക്കെ മനസ്സിൽ ജപം ചെയ്തുകൊണ്ട് ഓം ഭൂഹു ഓം ഭൂഹ ഓം സുവ എന്നുള്ളത് പരിപൂർണമായിട്ടും ജപം ചെയ്തുകൊണ്ട് ഏതുവരെ? ഭൂർഭുവ സുവരോം എന്നതുവരെ ജപം ചെയ്തുകൊണ്ട് പുറത്തേക്ക് വലത് മൂക്കിലൂടെ ശ്വാസത്തെ വിടുക. ഇതാണ് ഒരു പ്രാണായാമം. തുടക്കത്തിൽ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷെ നമ്മൾ അതിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് റെഡിയായിട്ട് വരും അത്. അപ്പോൾ ഇത് 1:3:2 എന്ന അനുപാതത്തിൽ ഇടത് മൂക്കിൽ കൂടെ വലിച്ചെടുക്കുകയും പിന്നെ പിടിച്ചു നിർത്തുകയും പിന്നെ പുറത്തേക്ക് വിടുകയും ചെയ്യുന്നത് 1:3:2 എന്ന മാത്രയിൽ വരുന്നതാണ്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി പ്രാണായാമം ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇടത് മൂക്കിൽ കൂടെയാണ്, അതായത് ചന്ദ്രനാടി വലതുഭാഗത്ത് സൂര്യനാടിയാണുള്ളത്. മൈൻഡ് കൂളാവും, മനോനിയന്ത്രണം സാധിക്കും. അതുപോലെ തന്നെ ഇത് മന്ത്രമാണ് ജപം ചെയ്യുന്നത്. ഈ മന്ത്രജപം കൊണ്ട്, ഈ ശ്വാസം കൺട്രോൾ ചെയ്ത് ഈ മന്ത്രജപം കൊണ്ട്, പ്രാണായാമ മന്ത്രം കൊണ്ട് ഈ ബ്രഹ്മവുമായിട്ടുള്ള നമ്മുടെ കണക്ഷൻ ആക്ടിവേറ്റഡ് ആകും. അഥവാ നമുക്ക് ആ സ്പിരിച്വലായിട്ടുള്ള അറ്റൈൻമെൻറ്റിലേക്കുള്ള ഒരു വഴി തുറക്കപ്പെടും എന്നർത്ഥം. അപ്പോൾ അത് ഇവിടെ 108 തവണ ജപിച്ചിട്ട് എന്നിട്ട്, അതായത് ഈ 10ാം അനുഭാഗത്തിലെ രണ്ടാമത്തെ മന്ത്രമായ രണ്ടാമത്തെ മന്ത്രം യാതേ രുദ്രശിവാതനോ ശിവ വിശ്വാഖപേർഷി ശിവ രുദ്രസ്യ പേർഷി തയാനോ മൃഡജീവസേ. ഈ മന്ത്രം 5000 തവണ ജപം ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. അതങ്ങനെ ചെയ്യുക. അപ്പോൾ പ്രാണായാമത്തെക്കുറിച്ച് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ശ്രീരുദ്രം അനുഭാഗം 3 അതിൻ്റെ വ്യാഖ്യാനം നോക്കാം. ആ മന്ത്രം ഒന്ന് ചൊല്ലാം. ഇമാകും രുദ്രായ തപസേകവർദ്ധിനെ ക്ഷയധീരായ പ്രപരാമഹേമതിം യഥാന ശമസദ്യപദേ ചതുഷ്പദേ വിശ്വം പുഷ്ടം ഗ്രാമേ അസ്മിന്നനാതുരം. ഒരിക്കൽ കൂടെ ചൊല്ലാം. ഇമാകും രുദ്രായ തപസേകവർദ്ധിനെ ക്ഷയധീരായ പ്രപരാമഹേമതിം യഥാന ശമസദ്യപദേ ചതുഷ്പദേ വിശ്വം പുഷ്ടം ഗ്രാമേ അസ്മിന്നനാതുരം. ഇനി ഓരോന്നായിട്ട് നോക്കാം. അതൊന്ന് പറയാം. ഇമാകും ഇമാം എന്നർത്ഥം. ഇമാകും ഇമാം രുദ്രായ തപസേ കബർധിനെ
അതിൻ്റെ മീനിങ് നോക്കാം. ഇമാം, ഇവിടെ ഇമാം എന്ന് പറഞ്ഞാൽ ഈ എന്നർത്ഥമാണ്. ചൊല്ലുമ്പോൾ ഇമാകും, ഇമാം എന്ന് പറഞ്ഞാൽ ഈ എന്നർത്ഥം. അത് മതിം എന്ന് പറഞ്ഞു. ഇമാകും രുദ്രായ തപസയ കവർത്തിനെ ക്ഷയധീരായ പ്രഭരാമഹേ മതിം. മതി എന്ന ബുദ്ധി. അപ്പോൾ ഇമാം ബുദ്ധിം എന്നർത്ഥം. അതിവിടെ തൽക്കാലം നിർത്തുക. രുദ്രായ, രുദ്രനായിക്കൊണ്ട്, രുദ്രായ രുദ്രനായിക്കൊണ്ട് എന്താണ്? തപസേ, തപസേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തവസഹ, തവസഹ ബലയുക്ത എന്നർത്ഥം. തപസഹ ബലയുക്ത. യഹ ബലയുക്ത സഹ, ബലയുക്തനായത് ബലശാലിയായവൻ ആരാണോ അവൻ തപസഹ. അപ്പം തപസേ, തപസേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബലയുക്തായ, ആ ബലയുക്തനായിക്കൊണ്ട്. രുദ്രഹ ബലയുക്ത ഏവ, രുദ്രൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപാര ശക്തിയുള്ളവനാണ്. അതായത് രുദ്രന് മീതെ ശക്തിയുള്ളവനായിട്ട് ആരും. കാരണം ഇത് ഈ പരമ്പര പരമേശ്വരൻ എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് ആയിട്ടുള്ളതാണ്, അബ്സൊല്യൂട്ടായിട്ടുള്ള സീമാതീതമായ ശക്തിയുള്ളവനാണ്. ആര്? ശ്രീരുദ്രൻ. പ്രപഞ്ചശക്തിയാണ്, സൃഷ്ടി സ്ഥിതി സംഹാരഹേതുവായിട്ടുള്ള പരമ്പൊരുളായ ബ്രഹ്മമാണ് ആര്? ശ്രീ പരമേശ്വരൻ. അപ്പോൾ തപസേ തപസഹ ബലയുക്ത. അപ്പം തപസേ ബലയുക്തായ, തപസഹ ബലയുക്തൻ അപാരമായ ശക്തിയുള്ളവൻ. അപ്പം തപസേ ബലയുക്തായ, ബലയുക്തനായിക്കൊണ്ട്, തപസേ തപസനായിക്കൊണ്ട്, ആ ശക്തിയുള്ളവനായിക്കൊണ്ട്, ആ സീമാതീതമായ ശക്തിയുള്ളവനായിക്കൊണ്ട്. തപസേ കപർത്തിനെ ജടാമകുടധാരി. കബർധി, ഇതിനു മുമ്പ് പറഞ്ഞല്ലോ കബർധിൻ, ജടാമകുടധാരി അഥവാ സന്യാസവേഷധാരി. അപ്പോൾ ഇവിടെ കബർദിനെ കബർദിക്കായിക്കൊണ്ട്, കബർദി ജടാമകുടധാരി, ജട ധരിച്ചിരിക്കുന്നു, ശിരസിൽ ജട. പരമേശ്വരൻ്റെ മുടി ജട പിടിച്ചതാണ്. അപ്പം ജടാമകുടധാരി, അത് കെട്ടുവെച്ചിരിക്കുന്നു. മകുടം കിരീടം, അപ്പം ജടയാലുള്ള കിരീടം എന്ന് പറയാം, ജടാമകുടധാരി. അപ്പോൾ കബർദിനെ എന്ന് പറഞ്ഞാൽ ജടാമകുടധാരിക്കായിക്കൊണ്ട്, അഥവാ സന്യാസ വേഷധാരിക്കായിക്കൊണ്ട്. പിന്നെ ക്ഷയധീരായ, ക്ഷയത് വീരായ, ക്ഷയദ്വീരായ, ക്ഷയത് വീരായ, ക്ഷയതി. യഹ വീരാൻ ക്ഷയതി ആണ്, വീരന്മാരെ ക്ഷയിപ്പിക്കുന്നതാണ്. ഏത് വീരൻ? ശത്രുപക്ഷ വീരാൻ, ശത്രുപക്ഷത്തുള്ള വീരന്മാരെ നശിപ്പിക്കുന്നതാണ്. ഇവിടെ ശത്രുപക്ഷം എന്നുള്ളത് ആരാണ് ഉദ്ദേശിക്കപ്പെട്ടിരുന്നത്? അധർമ്മിഷ്ഠാൻ, ധർമ്മത്തിൽ നിന്നും വ്യതിചലിച്ചിട്ടുള്ളവരായ ദുഷ്ടന്മാരെന്ന അർത്ഥം. അധർമ്മിഷ്ഠാൻ അഥവാ ധർമ്മിഷ്ഠാനെ സംരക്ഷിക്കുന്നു. രുദ്രഹ ധർമ്മിഷ്ഠാൻ രക്ഷതി. പിന്നെയോ അധർമ്മിഷ്ഠാൻ ദണ്ഡയതി, ശിക്ഷിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ക്ഷയദ്വീരായ, ക്ഷയത് വീരായ, ക്ഷയദ്വീരഃ യഹ ശത്രുപക്ഷ വീരാൻ ക്ഷയതി, പ്രതിപക്ഷ വീരാൻ ക്ഷയതി. എതിർഭാഗത്തുള്ള അഥവാ ശത്രുപക്ഷത്തുള്ള അഥവാ ശത്രുക്കളായിട്ടുള്ള വീരന്മാരെ നശിപ്പിക്കുന്ന ക്ഷയതി, നാശയതി. അതാണ് ക്ഷയത് വീരഹ, ക്ഷയദ്വീരഹ എന്ന് പറയുമ്പോൾ. ക്ഷയത് വീരഹ, ക്ഷയദ്വീരഹ. അപ്പോൾ ക്ഷയദ്വീരായ, യഹ പ്രതിപക്ഷ വീരാൻ, ശത്രുപക്ഷ വീരാൻ ക്ഷയതി നാശയതി, സഹ ഏവ
ക്ഷയദ്വീര, 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 ശത്രുപക്ഷത്തുള്ള, അതായത് ദുഷ്ടന്മാരായ വീരന്മാർ, ശത്രുക്കളാണ് ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്, അവരെ നശിപ്പിക്കുന്നവനും. ക്ഷയദ്വീരായ, ക്ഷയദ്വീര ശത്രുപക്ഷത്തുള്ള അഥവാ ശത്രുതയുള്ള ദുഷ്ടന്മാരായിട്ടുള്ള വീരന്മാരെ നശിപ്പിക്കുന്നവനും. ക്ഷയദ്വീരായ എന്ന് പറയുമ്പോൾ തസ്മൈ, അവനായിക്കൊണ്ട്, ഈ ശത്രുക്കളെ നശിപ്പിക്കുന്നവനായിക്കൊണ്ട്, ശത്രുപക്ഷത്തുള്ള വീരന്മാരെ നശിപ്പിക്കുന്നവനായിക്കൊണ്ട്, ക്ഷയദ്വീരായ. പിന്നെയോ പ്രഭരാമഹേ, പ്രഭരാമഹേ പ്രകർഷേണെ ധാരയാമഹ, പ്രഭരാമഹേ മതിം, പ്രഭരാമഹേ ഭരാമഹേ ഞങ്ങൾ വഹിക്കുന്നു എന്നർത്ഥം. അപ്പോൾ അത്തരത്തിലുള്ള രുദ്രനായിക്കൊണ്ട്, ഏതൊക്കെ? തപസെ ബലയുക്തനായവനും കപർദിയായവനുമായും ക്ഷയദ്വീര പിന്നെ ദുഷ്ടന്മാരായ അത് ശത്രുക്കളായ വീരന്മാരെ നശിപ്പിക്കുന്നവനായിക്കൊണ്ടും, പ്രഭരാമഹേ മതിയും ഞങ്ങൾ ധാരയാമ, പ്രകർഷേണ ധാരയാമഹ ഞങ്ങൾ വളരെ നന്നായിട്ട് ധരിക്കുന്നു. ഏതിൽ? ഇമാകും പറഞ്ഞിട്ടുണ്ട്. ഇമാം മതിം, പ്രഭരാമഹേ മതിം, തുടക്കത്തിൽ തന്നെ പറഞ്ഞ ഇമാകും രുദ്രായ ഇമാം മതിയും, ഈ ബുദ്ധിയിൽ. അപ്പം ഞങ്ങളുടെ മനസ്സിൽ ഞങ്ങൾ ആരെ ധരിക്കുന്നു? പ്രഭരാമഹേ മതിയും, ബുദ്ധിയിൽ പ്രഭരാമഹേ, പ്രകർഷേണ ധാരയാമഹ അത്യുത്തമമായ രീതിയിൽ ഞങ്ങൾ വഹിക്കുന്നു. ധാരയാമഹ പ്രഭരാമഹേ, ആരെ ധരിക്കുന്നു? അഥവാ ഞങ്ങളുടെ സങ്കല്പങ്ങളിലും പ്രവൃത്തികളിലും ശ്രീരുദ്രനായിക്കൊണ്ട് മാത്രമാണ് ധ്യാനം ചെയ്യുന്നത്, പൂജകൾ ചെയ്യുന്നത് എന്നർത്ഥം. ഞങ്ങളുടെ മനസ്സിൽ ശ്രീരുദ്രനെ എന്തിന് ധരിക്കുന്നു? എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പോൾ കിമർത്ഥം, എന്തിനു വേണ്ടിയിട്ട്? അഥവാ എപ്രകാരം ഞങ്ങൾ ധരിക്കുന്നു? ഏത് രീതിയിൽ? ഞങ്ങൾ ശ്രീരുദ്രനായ പ്രഭരാമഹേ മതി ഞങ്ങളുടെ ബുദ്ധിയിൽ, ഇമാം മതിയും ഈ ഞങ്ങളുടെ മനസ്സിൽ ഞങ്ങൾ ആരെ? ബലയുക്തനും, അതാ തപസേ കബർദിയും അതുപോലെ തന്നെ ക്ഷയധ്വീരനും ആയ ശ്രീരുദ്രനെ മനസ്സിൽ ധ്യാനിക്കുന്നു. ഞങ്ങൾ അതുപോലെ തന്നെ പൂജകൾ അദ്ദേഹത്തിനായിട്ട് ചെയ്യുന്നു. ഇതാണ് ധാരയാമഹ, വഹിക്കുന്നു, ഞങ്ങൾ മനസ്സിൽ പിന്നെ ധരിക്കുന്നു, വഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഞങ്ങളുടെ മനസ്സിൽ ആര് മാത്രമേ ഉള്ളൂ? ശ്രീരുദ്രൻ മാത്രമേ ഉള്ളൂ, ഈ പ്രപഞ്ച ശക്തി മാത്രമേ ഉള്ളൂ. ആ ശക്തിയെ ഞങ്ങൾ ധ്യാനിക്കുന്നു, ഞങ്ങൾ പൂജകൾ കൊണ്ട് സന്തോഷിപ്പിക്കുന്നു. അതുപോലെ തന്നെ ശ്രുതികൾ കൊണ്ട് പിന്നെ ശ്രീരുദ്രനെ ഞങ്ങൾ പൂജകൾ ചെയ്യുന്നു. എങ്ങനെ? ഏത് പ്രകാരത്തിൽ? എപ്രകാരമോ? യഥാന ശമസദ്യുപദേ ചതുഷ്പദേ വിശ്വം പുഷ്ടം ഗ്രാമേ അസ്മിന്നനാതുരം. യഥാ നഹ, യഥാ എപ്രകാരം, എപ്രകാരമോ അപ്രകാരം, യഥാ എപ്രകാരം, നഹ ഞങ്ങൾക്ക് യഥാ എപ്രകാരമോ അതായത് ഏനപ്രകാരേണ എപ്രകാരം, നഹ ഞങ്ങൾക്ക്, അസ്മദീയായ ഞങ്ങളുടെ, അസ്മദീയായ ദ്യുപദേ ദ്വിപാദം, രണ്ട് പാദങ്ങളുള്ളതാണ്. അസ്മദീയായ ദ്യുപദേ രണ്ട് പാദമുള്ളവനാണ് മനുഷ്യർ. അപ്പം ഞങ്ങളുടെ മനുഷ്യർ, അസ്മാകം പുരുഷാണാം സൗഖ്യാർത്ഥം, ഞങ്ങളുടെ പുരുഷന്മാർ ആരൊക്കെ? പൗത്രാദി രൂപായ ഞങ്ങളുടെ പുത്രന്മാരും അതുപോലെ തന്നെ പൗത്രന്മാർ, പേരക്കുട്ടികളും അതുപോലെ ബന്ധുജനങ്ങളും അവരും അത്തരത്തിലുള്ള മനുഷ്യായ അവർക്കും നോക്കാം. യഥാന ശമസദ്യപത, യഥാ എപ്രകാരം, ഏത് പ്രകാരത്തിൽ, നഹ ഞങ്ങൾക്ക്, യഥാന
ആ, ശമസദ്യുപതേ. ശമ ശം ശം എന്ന് പറഞ്ഞാൽ സുഖം എന്ന് പറഞ്ഞാൽ ശം. ശമസദ്യുപതേ. ശമ ശം അസദ്. ശം അസദ്. അസദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്യാദ് എന്നർത്ഥം, ആയിരിക്കാനായിട്ട്. നോക്കാം. യഥാന ശമസദ്യുപതേ ശം അസദ് ശം ശമസത്. പിന്നെ ദ്യുപതേ ഏനപ്രകാരേണ നഖ ഞങ്ങളുടെ അഥവാ അസ്മദീയായ ദ്യുപതേ പുത്രപൗത്രി പൗത്രാദി രൂപായ പുരുഷായ ഞങ്ങളുടെ പുത്രന്മാരും പൗത്രന്മാരുമായ പുരുഷന്മാർ, ജനങ്ങൾ, ബന്ധുമിത്രാദികൾ, ഇവർക്ക് അതാണ് ശം അസത് ശമസത് ദ്യുപതേ. ദ്യുപതേ എന്ന് പറഞ്ഞെങ്കിൽ മനുഷ്യായ ഞങ്ങളുടെ പുരുഷൻ, അസ്മാകം പുരുഷാണാം അവർക്ക് സുഖം പ്രാപ്തും സുഖം ലഭിക്കുന്നതിനായിട്ട് എപ്രകാരം ചെയ്താലോ സുഖം ലഭിക്കുക ഞങ്ങൾ പുരുഷന്മാർക്കും ദ്വിപതേ. പിന്നെ ചതുഷ്പദേ. എന്താ ചതുഷ്പദേ? 4 പാദങ്ങളുള്ളവർ. 4 പാദങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോ മഹിഷാദിരൂപായ ഗോക്കൾ, പശുക്കളും എരുമകളും ഇതെല്ലാം സമൃദ്ധി സമ്പത്താണ്. ഇതെല്ലാം തന്നെ നമ്മളുടെ സമ്പത്താണ്. ഏത് ഗോമഹിഷാദി രൂപായ ഈ ഗോ മഹിഷാദി രൂപത്തിലുള്ളത്, അതാണ് ചതുഷ്പദ. 4 കാലുകളുള്ള ജീവികൾ എന്നർത്ഥം. ഇവിടെ പശുക്കളും എരുമകളും ഗോസമ്പത്താണ് ഉദ്ദേശിച്ചത്. അവയ്ക്കും എന്ത് കിട്ടാൻ? ശം അസത്. ശം എന്ന് പറഞ്ഞാൽ സുഖം. സ്യാത് സുഖം എപ്രകാരം ലഭിക്കുമോ യഥാ ഏനപ്രകാരമാണ് എപ്രകാരം ഇവയ്ക്കെല്ലാം സുഖം ലഭിക്കുമോ ഞങ്ങളുടെ ഈ പുരുഷന്മാരും ബന്ധുമിത്രാളും പുത്രപൗത്രാദികളും അതുപോലെ തന്നെ ഗോമഹിഷാദി സമ്പത്തിനും ഏനപ്രകാരേണ സുഖം ലഭതി, സുഖം എപ്രകാരം ലഭിക്കുന്നു അപ്രകാരം താദൃശം ഞങ്ങൾ എന്തു ചെയ്യുന്നു? രുദ്രനായിക്കൊണ്ട് ഞങ്ങൾ മനസ്സിൽ ധ്യാനകാര്യാദികളും പൂജാകാര്യാദികളും ഞങ്ങൾ ചെയ്യുന്നു എന്നർത്ഥം. ഏതിന്? യഥാന ശമസദ്യുപതേ ചതുഷ്പദേ. 4 പദങ്ങളുള്ളത്. ചതുഷ്പദേ. പിന്നെ വിശ്വം പുഷ്ടം ഗ്രാമേ അസ്മിന്നനാദരം. അതുപോലെ വിശ്വം ഞങ്ങളുടെ, വിശ്വം എന്ന് പറഞ്ഞാൽ ലോകം, ലോകജനാൻ, ലോകത്തിലുള്ള ജനങ്ങൾ, അതായത് ഞങ്ങളുടെ ഗ്രാമത്തിലുള്ള ഇവിടെ വിശ്വം പുഷ്ടം ഗ്രാമേ അസ്മിൻ അനാദരം. അപ്പോൾ ഇവകളൊക്കെ തന്നെ ഞങ്ങളുടെ പുരുഷാരവും അതുപോലെ ഞങ്ങളുടെ ഗോമഹിഷ്യാദി സമ്പത്തും, പിന്നെ വിശ്വം ഞങ്ങളുടെ മറ്റുള്ള ജനങ്ങളും, പുഷ്ടം ഗ്രാമേ ഗ്രാമത്തിൽ, അസ്മിൻ ഗ്രാമേ അസ്മിൻ ഗ്രാമേ അസ്മാകം ഞങ്ങളുടെ, അസ്മിൻ ഈ ഗ്രാമേ ഗ്രാമത്തിൽ ഉള്ള ലോകാനാം സുഖാർത്ഥം സുഖം ലഭിക്കുന്നതിനായിട്ട് എന്തു ചെയ്യുന്നു? അതുപോലെ തന്നെ ഗ്രാമേ അസ്മിൻ അനാതുരം, അസ്മിൻ ഗ്രാമേ ഈ ഗ്രാമത്തിൽ, അസ്മിൻ ഈ ഗ്രാമേ ഗ്രാമത്തിൽ, അസ്മിൻ അനാതുരം അസ്മിൻ ഈ എന്ന് പറഞ്ഞാൽ ഈ ഗ്രാമത്തിൽ ഉള്ള ഞങ്ങളുടെ ബന്ധുമിത്രാദികളും പുത്രപൗത്രാദികളും അതുപോലെ തന്നെ ഗോമഹിഷാദി സമ്പത്തും അവയും അതുപോലെ തന്നെ വിശ്വം ഈ ജനങ്ങളും, വിശ്വം എന്ന് പറഞ്ഞാൽ ലോക ജനത ജനങ്ങളും അല്ല ഈ ലോകം എന്നർത്ഥം. ഇവിടെ ഗ്രാമമാണ് വെച്ചാൽ ഈ ഗ്രാമത്തിൽ അസ്മിൻ ഗ്രാമം എന്ന് പറഞ്ഞിട്ട് ഗ്രാമത്തിലുള്ള ഞങ്ങളുടെ വേണ്ടപ്പെട്ട ആൾക്കാർ, ഈ ഗ്രാമത്തിലുള്ളവരെല്ലാവരുടെയും, അതായത് ഈ ഗ്രാമത്തിൽ ഞങ്ങളുടെ സമൂഹത്തിൻ്റെ അവർക്കും സുഖം ലഭിക്കുന്നതിന് ശം. അത് മാത്രമല്ല അസ്മിൻ അനാതുരം. എന്താണ് അനാതുരം? ഉപദ്രവരഹിതം. അനാതുരം ഉപദ്രവരഹിതം എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാടുകൾ, വേദനകൾ, ദുഃഖം ഇവകളില്ലാതിരിക്കുന്ന രീതിയിലും. അപ്പോൾ ഞങ്ങളുടെ പുരുഷാരങ്ങൾക്ക് അതുപോലെ മഹിഷ്യാദി സമ്പത്തുകൾക്ക്
അതുപോലെ തന്നെ അസ്മിൻ ഗ്രാമേ അസ്മാകം അസ്മിൻ ഗ്രാമേ ഞങ്ങളുടെ ഈ ഗ്രാമത്തിലുള്ള സകല ജനങ്ങൾക്കും വിശ്വം ജനങ്ങൾക്കും പുഷ്ടം സുഖം ആരോഗ്യം അതിനുവേണ്ടിയും അതുപോലെ തന്നെ അനാതുരം അസ്മിൻ ഈ ഗ്രാമത്തിലുള്ള അസ്മിൻ അനാതുരമാകുന്നതിനും അതായത് കഷ്ടതകളില്ലാത്ത വേദനകളില്ലാത്ത ഉപദ്രവങ്ങളേൽക്കാത്ത ഉപദ്രവരഹിതമായി വർത്തിക്കുന്നതിനുമായിട്ട് എപ്രകാരം ശ്രീരുദ്രനെ ഭജിക്കണമോ മനസ്സുകൊണ്ട് ഇമാം മദീം ഈ മതിയിൽ ഞങ്ങൾ ഭജിക്കണമോ പൂജകൾ ചെയ്യേണ്ടതുണ്ടോ അപ്രകാരം ഞങ്ങൾ ചെയ്യുന്നു. ആർക്കായിക്കൊണ്ട്? ശ്രീരുദ്രനായിക്കൊണ്ട് ഞങ്ങൾ ചെയ്യുന്നു. വയം പൂജാതി കർമാൻ ഞങ്ങൾ എന്ത് ചെയ്യുന്നു? കരവാമഹ ഞങ്ങൾ ചെയ്യുന്നു. കുർമഹ ചെയ്യുന്നു. അപ്പോൾ ഇമാകം രുദ്രായ തവസേകവർജനെ ക്ഷയധീരായ പ്രപരാഹേ മതിയും ഒന്നുകൂടെ പറയാം. ഇമാം പിന്നെ പ്രപരാമഹേ മതിയും ഇമാം മതിയും ഒന്ന് ചേർക്കണം. പറയാം. രുദ്രനായിക്കൊണ്ട് തവസെ ബലയുക്തനായ രുദ്രനായിക്കൊണ്ട് കപർത്തിയായ രുദ്രനായിക്കൊണ്ട് ക്ഷയധ്വീരായ ശത്രുപക്ഷത്തുള്ള വീരന്മാരെ ദുഷ്ടന്മാരെ നശിപ്പിക്കുന്നവനായിക്കൊണ്ട് പ്രപരാമഹേ പ്രകർഷയാണ് ധാരയാമഹ ഞങ്ങൾ വളരെ ഉത്തമമായ രീതിയിൽ ഭരാമഹേ എവിടെ ഇമാം മതിയും ഈ മതിയിൽ ബുദ്ധിയിൽ ഞങ്ങൾ വഹിക്കുന്നു. എപ്രകാരം വഹിക്കുന്നു? എപ്രകാരം പ്രകാരേണ എപ്രകാരമോ എപ്രകാരം നഹ ഞങ്ങളുടെ ശമസദ്യുപതേ ചതുഷ്പദേ അസത് ദ്യുപതേ അസത് ദ്യുപതേ സുഖം അസത് ഉണ്ടാവാനായിക്കൊണ്ട് ആർക്കൊക്കെ ദ്യുപതേ ഇരുകാലി അതുപോലെ ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ പുത്രപൗത്രാദികൾക്കും അതിൽ ചതുഷ്പദേ 4 കാല് ഉള്ള ജീവികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോമഹിഷ്യാദയ പിന്നെ പശുക്കളും പിന്നെ ഗോക്കളും പിന്നെ അതുപോലെ എരുമകളും ഗോസമ്പത്തിനും അതുപോലെ ലോകാൻ വിശ്വം പുഷ്ടം ഈ പിന്നെ ഗ്രാമത്തിലുള്ള ജനങ്ങളും വിശ്വം എന്ന് പറഞ്ഞാൽ ഇവിടെ ലോകത്തിലുള്ള ജനങ്ങൾ ലോകാൻ എന്നർത്ഥം. ഇവിടെയുള്ള ജനങ്ങളും ഇവിടെയുള്ള ജനങ്ങൾക്കും പുഷ്ടം അവരൊക്കെ പുഷ്ടിയുള്ളവരായിട്ട് വരുന്നതിനും ഗ്രാമേ അസ്മിൻ അനാദരം അസ്മിൻ ഗ്രാമേ ഈ ഗ്രാമത്തിലുള്ള ജനങ്ങൾക്കും അതുപോലെ ഞങ്ങളുടെ പുരുഷാരങ്ങൾക്കും ഞങ്ങളുടെ ഗോസമ്പത്തുകൾക്കും അനാതുരം എന്ന് പറഞ്ഞെങ്കിൽ ഉപദ്രവരഹിതം ഉപദ്രവങ്ങളൊന്നും ഏൽക്കാതിരിക്കുന്നതാണ്. ഉപദ്രവം തന്നെ സൂക്കേട് പിടിക്കാം, അതുപോലെ പ്രകൃതിക്ഷോഭത്തിൽ നാശങ്ങൾ സംഭവിക്കാം, അതുപോലെ ചോരന്മാർ വന്നിട്ട് കട്ടുകൊണ്ട് പോകാം അല്ലെങ്കിൽ നശിപ്പിക്കാം. ഇവകളിൽ നിന്നൊക്കെ മോചനം എങ്ങനെ കിട്ടുമോ സുഖവും ഐശ്വര്യവും ആരോഗ്യവും അതുപോലെ തന്നെ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനും എപ്രകാരം ചെയ്യണമോ അപ്രകാരം ഞങ്ങളുടെ മതിയിൽ ശ്രീരുദ്രനായിക്കൊണ്ട് എങ്ങനെയുള്ള രുദ്രനായിക്കൊണ്ട് ബലയുക്തനായ രുദ്രനായിക്കൊണ്ട് കപർദ്യായ രുദ്രനായിക്കൊണ്ട് ക്ഷയധീരനായ രുദ്രനായിക്കൊണ്ട് ഞങ്ങൾ പൂജാതി കർമ്മങ്ങൾ ഇമാം മതിയും ഈ ബുദ്ധിയിൽ ഞങ്ങൾ ധ്യാനം ചെയ്യുന്നു, അതുപോലെ പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്നു എന്ന് അർത്ഥം. ഇമാകും രുദ്രായ തപസേകവർദ്ധിനെ ക്ഷയധീരായ പ്രപരാമഹേമതിം യഥാനശമസത്യപദേ ചതുഷ്പദേ വിശ്വം പുഷ്ടം ഗ്രാമേ അസ്മിന്നനാതുരം. ഓം നമോ ഭഗവതേ രുദ്രായ. എല്ലാവർക്കും നമസ്കാരം. അടുത്ത വീഡിയോയിൽ 4ാമത്തെ മന്ത്രവുമായിട്ട് മന്ത്രത്തിൻ്റെ വ്യാഖ്യാനമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം.